കിച്ചൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നീലക്കുറുക്കച്ചന് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നീലക്കുറുക്കച്ചൻ്റെ ഒപ്പം ഒരു ഡൈനോസർ കുട്ടിയും കൂടി ഉണ്ട്, കാണണ്ടേ? പിന്നെ ഒരു പാർക്കിലൊക്കെ കളിക്കാട്ടോ ആദ്യം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു, ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മിനിയേച്ചർ ഹൗസ്. ഇത് കണ്ടില്ല, ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നോക്കൂ, ക്യൂട്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ നല്ല രസമല്ലേ? ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ, ഒന്നും കൂടി പറയാം, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതാണ് കുറുക്കച്ചൻ്റെ മിന്നുവിൻ്റെയും വീട്. മിന്നു കുറുക്കച്ചൻ്റെ ഡൈനോസറിൻ്റെ പേരാട്ടോ മിന്നു. അപ്പോൾ നല്ല രസമല്ലേ പൂക്കൾ കാണാനായിട്ട്? നല്ല രസമുണ്ടല്ലേ പാർക്ക്? നോക്കാം, പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞ, ഓറഞ്ച്, പല കളറുള്ളത്. പക്ഷെ 2 കളറേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ടെൻ്റാട്ടോ. ഡിനോസറിൻ്റെയും മിന്നുവിൻ്റെയും നീലക്കുറുക്കച്ചൻ്റെയും ടെൻ്റാട്ടോ. ഇത് അവർക്ക് കളിക്കാനുള്ള സീസോ. നല്ല രസമല്ലേ? അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതിലേക്കൊക്കെ പോവാം. നീലക്കുറുക്ക, ഡിനോസർ കുട്ട ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ പാർക്കിൽ കളിച്ച് ക്ഷീണിച്ച് കിടക്കാം മൂസേ. എനിക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി തരുമോ? എന്താ അപ്പം ഉണ്ടാക്കി തരിക? എന്തായാലും വേണ്ടില്ല മൂസേ, വിശന്നിട്ടാ. എന്തെങ്കിലും ഉണ്ടാക്കിത്തായോ? ഞാൻ നോക്കട്ടെ. ഇവിടെ ഗോതമ്പൊടിയുണ്ട്, മുട്ടയുണ്ട്. ഇതുകൊണ്ടൊരു തട്ടിക്കൂട്ടി പലഹാരം ഉണ്ടാക്കിയാലോ? അത് മതി, അത് മതി. ഞങ്ങൾക്ക് രണ്ടാക്കും അത് മതി മൂസേ. അപ്പോൾ കുറുക്കച്ചനും ഡൈനോസർ കുട്ടിയൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് കാണിച്ചാലോ? ഇത് മുട്ട, ഇത് മൈദപ്പൊടി, ഓയിലാട്ടോ. നമുക്കൊന്ന് തുറക്കാം. ഇത് പഞ്ചസാരയും. ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയല്ലേ. അപ്പം മുട്ടയും മൈദപ്പൊടി, എണ്ണയും ഉപ്പുമാണ് കേട്ടോ. ഇത് ഉപ്പിന് പകരം അറിയാതെ പഞ്ചസാര പറഞ്ഞു പോയതാട്ടോ. അപ്പം നമുക്ക് പാചകത്തിലേക്ക് കിടന്നാലോ? ഇതാ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ഒരു പെയിൻ്റ് അടിച്ചത് കണ്ടോ? എൻ്റെ അടുത്ത് കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു, അതിലടിച്ചതാട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചീഞ്ചട്ടി ഇറക്കി വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതാ ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുന്ന നേരക്ക് നമുക്ക് മാവ് കൂട്ടാം. ഫസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി ഒരു 2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇളക്കിയിട്ടാട്ടോ 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം കട്ടയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് മിസ്സാവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കിടന്നിട്ടുണ്ട് കേട്ടോ. പാകമായ നോക്കാം. കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാം. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാവേ.
ഇതിലേക്ക് നമുക്ക് ഉപ്പിടണം കേട്ടോ. കുഞ്ഞ് തുള്ളി ഇട്ടാൽ മതി, ഇത്ര ഇട്ടാൽ മതിയേ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രുചിയാവും. അത് മാവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിക്കണ്ടേ. അപ്പോൾ ഇത് നമ്മൾ തട്ടിക്കൂട്ട് സ്നാക്കിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തീ കിട്ടും, തീ കത്തിക്കട്ടെ, വേഗം വേഗം. അപ്പോൾ തന്നെ എൻ്റെ അടുപ്പൊക്കെ പൊട്ടിയപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പോൾ ഞാൻ വൈൻ്റെ അടുത്തതാണേ. അപ്പോൾ നമുക്ക് തുള്ളീശ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു സിമ്പിൾ പാപ്പയാണേ. ഇത് നല്ല രസമല്ലേ, പൊങ്ങി വന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായാൽ മതിയേ. ഈ വലിയതൊക്കെ എനിക്കുള്ളതാ കേട്ടോ. മറ്റേതൊക്കെ കുഞ്ഞിതൊക്കെ ഞാൻ ഡിനോസർ കുട്ടനും മറ്റേ നീലക്കുറുക്കച്ചനും കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കോരി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വട്ടം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പല ഷേപ്പിലിട്ടണം, കുറച്ച് ശേഷം ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അപ്പുറം ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം. ഇത് മറ്റേതിൻ്റെ പോലെ ബ്രൗൺ ചെയ്യാതെ ഒന്നകരെ കാത്തിരിക്കാം. നല്ല എൻ്റെ പാത്രത്തിലുള്ള ഫുൾ എണ്ണ അതിലേക്ക് ഒഴിച്ചിടണം കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ, എന്നാലേ അത് നല്ല ആവുള്ളൂ. കുറച്ചൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും ആയപ്പോരാ, മറ്റേൻ്റെ പാത്രത്തിൽ തന്നെ ആവണം. ഇതൊന്നിങ്ങനെ ഇതുപോലെ ആവണം. ഇത്രയും കളറായാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് മാറ്റാം. ഒന്നേശല്ല കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് രണ്ട് പാത്രത്തേക്ക് ആക്കി നീലക്കുറുക്കച്ചനും ഡൈനോസർ കുട്ടിക്കും കൊടുക്കാം. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് വലുതൊക്കെ എവിടെ പോയെന്ന്. കാരണം വലുതൊക്കെ എടുത്ത് ഞാനും ചേച്ചിയും കൂടി കുത്തി തിരികെ തിന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് രണ്ടാൾക്കും കൊടുക്കാം. ഇത് ഞാൻ അവിടെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് കുറുക്കച്ചനെ ഡൈനോസർ കുട്ടീനെ വിളിക്കാം. ഡിനോസർ കുട്ട, നീലക്കുറുക്ക, നല്ല ഉറക്കത്തൊന്നു. ഡിനോസർ കുട്ട, നീലക്കുറുക്ക, ഇടാ ഇടാ ഇനി വായോ, ഞാൻ അവിടെ എടുത്തുവെച്ചിട്ടുണ്ട്. അപ്പൊ അതാ നീലക്കുറുക്കനും ഡിനോസർ കുട്ടനും അവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. ഡിനോസർ കുട്ടനെ ഫസ്റ്റ് തിന്ന് തീർക്കുന്നത്. ആരാ മത്സരം വെക്കുന്നുണ്ട് തോന്നല്ലോ. വേഗം വേഗം രണ്ടുപേരും തിന്നുന്നുണ്ട്. താങ്ക് യു അമ്മൂസേ, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ,
സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണമെന്ന്. കണ്ടില്ല എല്ലാവരും? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.